14 രാവ് സീസൺ 4 സെമി ഫൈനൽ സ്റ്റേജ് കോമ്പറ്റീഷൻ തുടരുകയാണ്. അടുത്തതായി ഈ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ന്യൂ സോങ് റിലീസ് റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി അജ്മൽ. ഹായ് അജ്മൽ. സെമി ഫൈനൽ സ്റ്റേജിലും നമ്മുടെ എല്ലാ സ്റ്റേജസിലും വളരെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു റൗണ്ട് തന്നെയാണ് ന്യൂ സോങ് റിലീസ് റൗണ്ട്. ഓരോ എപ്പിസോഡിലും ഓരോ പുതിയ ഗാനങ്ങൾ അത് നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നു. അപ്പം വീണ്ടും ആ ഒരു ഭാഗ്യം വന്നെത്തിയിരിക്കുകയാണ് ഈ സെമി ഫൈനൽ സ്റ്റേജിൽ. അജ്മൽ, സോങ്ങിനെ കുറിച്ച് പറയും. സോങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ഗഫൂറം ഖയാം, ബാപ്പു വാവാട് ടീമിലുള്ള പാട്ടാണ്. അവരുടെ കോമ്പിനേഷനിൽ വീണ്ടും ഒരു പാട്ട്. എന്താണ് ഇതിൻ്റെ ഒരു തീം? എന്താ? പറയാൻ മറന്ന പ്രണയം. പറയാൻ മറന്ന പ്രണയം. അതാണ്. പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. അയ്യോ. എന്തായാലും ഇത് ഫാസ്റ്റ് ആണോ? അത് മെലഡിയാണ്. എന്തായാലും നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് എങ്ങനെയുണ്ട് ആ പാട്ട് എങ്ങനെ പഠിച്ചു എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുനോക്കാം. വീഡിയോ ക്ലിപ്പ് പ്ലീസ്. ഇത് ഇത്തവണ അജ്മലിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പ്രണയഗാനമാണ്. പ്രണയഗാനം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രണയഗാനത്തിന് പല തലങ്ങളുണ്ട് പ്രണയത്തിന്. അതേ സമയത്ത് ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ വരികൾ നോക്കിയാൽ അജ്മൽ മനസ്സിലാവും. അതായത് പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒന്നും പറയാതെ ഓടി നീ മറഞ്ഞു. മനസ്സിലായോ? പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒന്നും പറയാതെ ഓടി നീ മറഞ്ഞു. മൊഴിയാത്ത കാര്യങ്ങളെല്ലാം നിൻ മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു. നീ പലതും പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാൻ വേണ്ടി ഞാൻ വന്നു, പക്ഷെ നീ ഒന്നും പറഞ്ഞില്ല, നീ മറഞ്ഞു പോയി. വളരെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റൊമാൻറ്റിക് മൂഡോട് കൂടി തന്നെ പാടാൻ ശ്രമിക്കാം. ഓക്കെ? പറയാനുണ്ടെന്ന് പറഞ്ഞു, പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒന്നും പറയാതോടി നീ മറഞ്ഞു. മൊഴിയാത്ത കാര്യങ്ങളെല്ലാം, മൊഴിയാത്ത കാര്യങ്ങളെല്ലാം നിൻ മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു, മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു. പറയാനുണ്ടെന്ന് പറഞ്ഞു, പറയാനുണ്ടെന്ന് പറഞ്ഞു, ഒന്നും പറയാതോടി നീ മറഞ്ഞു. മൊഴിയാത്ത കാര്യങ്ങളെല്ലാം, മൊഴിയാത്ത കാര്യങ്ങളെല്ലാം നിൻ മിഴികളിൽ നിന്നും ഞാൻ അറിഞ്ഞു, മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു, മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു. ഒളിച്ചു വെച്ച കൽബിലൊരു ഗാനശകലം നീ ഒന്നു കേൾക്കുവാൻ ഞാൻ കൊതിച്ചു. ഒളിച്ചു വെച്ച കൽബിലൊരു ഗാനശകലം നീ ഒന്നു കേൾക്കുവാൻ ഞാൻ കൊതിച്ചു. മുഹബ്ബത്തിൻ മണി വീണ ഉണരുന്ന രാവിലിതു മൂളുവാൻ ഞാൻ ആഗ്രഹിച്ചു. മുഹബ്ബത്തിൻ മണി വീണ ഉണരുന്ന രാവിലതു മൂളുവാൻ ഞാൻ ആഗ്രഹിച്ചു. മിണ്ടാതണഞ്ഞപ്പോൾ മിഴിവോടെ കണ്ടു ഞാൻ മിഴിക്കോണിലാ പാട്ടിൻ വരികൾ, മിഴിക്കോണിലേന്തും വരികൾ. റിപ്പീറ്റ് ഉണ്ടത്. മിണ്ടാതണഞ്ഞപ്പോൾ മിഴിവോടെ കണ്ടു ഞാൻ മിഴിക്കോണിലാ പാട്ടിൻ വരികൾ, മിഴിക്കോണിലേന്തും വരികൾ. അപ്പോൾ അജ്മൽ, നല്ല ഒരു പാട്ടിനാണ് കിട്ടിയിട്ടത്. ഗഫൂറം ഖയാം, ബാപ്പു വാവാട് അവരുടെ കോമ്പിനേഷനിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. നന്നായിട്ട് എൻട്രി ചെയ്തോളൂ. ഓൾ ദി ബെസ്റ്റ്.
അരയ്ക്കകത്താരോ അറിയാതൊരിളം കാറ്റായി അന്നു രാത്രിയിൽ നീ അണഞ്ഞു. അരയ്ക്കകത്താരോ അറിയാതൊരിളം കാറ്റായി അന്നു രാത്രിയിൽ നീ അണഞ്ഞു. അടിതൊട്ട് മുടിയോളം കുളിരുമണി എന്നെ ആദ്യമായി വാരി പുണർന്നു. അടിതൊട്ട് മുടിയോളം കുളിരുമണി എന്നെ ആദ്യമായി വാരി പുണർന്നു. കൊഞ്ചിപ്പറഞ്ഞു നിൻ കൊഞ്ചിപ്പറഞ്ഞു നിൻ കൈവളക്കൂട്ടങ്ങൾ കൊതിപ്പിക്കുമായിരം കഥകൾ. കൊതിപ്പിക്കുമേതോ കഥകൾ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാതോടി നീ മറഞ്ഞു. പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാതോടി നീ മറഞ്ഞു. മൊഴിയാത്ത കാര്യങ്ങളെല്ലാം മൊഴിയാത്ത കാര്യങ്ങളെല്ലാം നിൻ മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു. മിഴികളിൽ നിന്നു ഞാൻ അറിഞ്ഞു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാതോടി നീ മറഞ്ഞു. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാതോടി നീ മറഞ്ഞു. ഒന്നും പറയാതോടി നീ മറഞ്ഞു. അജ്മൽ, ചേച്ചി ന്യൂ സോങ് റിലീസ് റൗണ്ടിൽ വീണ്ടും ഒരു പാട്ട്. ആ ആക്ഷൻസ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ നിർത്തിയില്ലെങ്കിൽ തട്ടിക്കളയും എന്നാണ് അവസാനം. അതാണോ ഉദ്ദേശിച്ചത്? ഇത് ഭയങ്കര ഫോമാണ്. എനിക്ക് തോന്നുന്നു സെമി ഫൈനൽസിൻ്റെ ആ ഒരു എനർജി ആണല്ലേ ഉള്ളിൽ നന്നായിട്ട് പാടണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെയാണ് ഇവിടെ കണ്ടത്. എന്തായാലും നമുക്ക് കമൻസിലേക്ക് പോകാം. സർ അജ്മൽ, സർ ഞാൻ വിചാരിച്ചു മൈക്ക് താഴെ ഇട്ടുന്നു ലാസ്റ്റ് കഴിഞ്ഞപ്പോൾ. ഇങ്ങനെ കേട്ടപ്പോൾ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ ഉള്ള ആക്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റേഴ്സ് നമ്മൾ പാടുമ്പോൾ ജസ്റ്റേഴ്സ് കുറച്ച് കുറയ്ക്കുകയാണെങ്കിൽ പാട്ട് കുറച്ചുകൂടെ നന്നാവുമായിരുന്നു. കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമായിരുന്നു. അതൊന്നിനി ട്രൈ ചെയ്ത് നോക്കണം ഇനി പാടുമ്പോൾ. കൂടുതൽ നമ്മൾ ഫീൽ വേണം. പക്ഷേ നമ്മൾ അത് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്രോട്ട് ഇളകുമ്പോഴേ നമ്മൾ കൺട്രോളിൽ നിന്ന് പോകും. അതാണ് അതിൻ്റെ ഒരു ഇത്. നന്നായിട്ട് പാടിയിരുന്നു. താങ്ക് യു സർ. നല്ലൊരു പാട്ടാണ് കിട്ടിയത് അല്ലേ? പാടാൻ ഫീല് ഉണ്ട്. ഒപ്പം തന്നെ ടെമ്പവും നല്ല ടെമ്പോ ആണ്. പിന്നെ ലിറിക്ക് ആസ്പെക്ട്സ് അതിനുണ്ട്. പിന്നെ രാഗം നല്ല രാഗമാണ്, മെലോഡിയസ് ആയിട്ടുള്ള രാഗമാണ്. റൊമാൻറ്റിക് മൂഡ് നല്ലതുപോലെ ഉണ്ട്. പാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. പാട്ട് പഠിച്ചപ്പോൾ ഇതിൻ്റെ കമ്പോസർ എന്ത് പറഞ്ഞു? അദ്ദേഹം എന്ത് പറഞ്ഞു കേട്ടിട്ട്? നിനക്ക് പറ്റിയ പാട്ടാന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ എടുത്ത് തന്നെ. അങ്ങനെ പറഞ്ഞോ? അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. അദ്ദേഹം കറക്റ്റായിട്ട് കൽപ്പിച്ച് തന്നാണല്ലോ പാട്ട്. നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കുറച്ചുകൂടെ ശ്രദ്ധിച്ച് പാടാണെങ്കിൽ ലാസ്റ്റ് ഫോമിൽ എത്തുമ്പോഴേ കുറച്ച് കൺട്രോളിൽ നിന്ന് പോയിരുന്നു. അതൊക്കെ ഒന്നുകൂടെ കൺട്രോൾ ആവുമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൻ്റെ ഓർക്കസ്ട്ര, പ്രത്യേകിച്ച് പെർക്കഷൻ. രാമകൃഷ്ണൻജിയും അവർ തബലയും ഡോലൊക്കെയുള്ള കോമ്പിനേഷൻ വളരെ നന്നായിരുന്നു, ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ കോഴിക്കോടിൻ്റെ ക്രീമാണ് ഇവിടെ ഇരിക്കുന്നത് എല്ലാവരും. അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ എല്ലാവരും തന്നെ അസലായിട്ട് വായിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓർക്കസ്ട്രേഷൻ. താങ്ക് യു സർ. ഷാൻ സർ. അജ്മൽ നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഇപ്പോഴാണ് ശരിക്കും ഒരു സെമി ഫൈനലിൻ്റെ ഒരു ഫീലൊക്കെ വന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, സാറ് പറഞ്ഞ പോലെ ടെയിൽ എൻഡിൽ ഒന്ന് കോൺസെൻട്രേഷൻ ഒന്ന് മാറി. നമ്മളിത് പിന്നെ ഓർക്കസ്ട്രക്കാരോട് ഇത് ഒന്നുകൂടെ ഉണ്ട്, പിന്നെ അവസാനം ഇത് എൻഡിങ്, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ സിംഗിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പാടിയത് മോശമായെന്ന് ഒന്നുമല്ല
ഞാൻ പറഞ്ഞത്. ടെയിൽ എൻഡിൽ കോൺസെൻട്രേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്, ഒന്ന് വേവർ ചെയ്ത് പോയി. വേറെ ശ്രദ്ധ ഇതൊന്നുകൂടി ഉണ്ട്. അപ്പം ലിറിക്ക് ഇതൊക്കെ നമ്മൾ ഈ മനസ്സിലൂടെ ഓടിക്കണ്ടേ, കംപ്ലീറ്റ് പ്രോസസ്സ് ചെയ്ത് എടുക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ. അപ്പം അതും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു എന്ന് എനിക്കൊന്ന് തോന്നി. അതും കൂടെ ഒന്ന് സോളിഡായിട്ട് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചില ഭാഗങ്ങളൊക്കെ അജ്മൽ അങ്ങ് തകർത്ത് പൊളിച്ച് കൈ തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, സെമി ഫൈനൽ ആണെന്നുള്ളതിൻ്റെ സീരിയസ്നെസ്, ഫൈനലിലേക്ക് ഉറപ്പായിട്ടും പോകണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹം, ഒരു പാഷൻ, അതൊക്കെ കാണാനുണ്ട്. പാഷൻ ഇതുപോലെ ഒരു സിംഗർ ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര രസമാണ് ഒരു സിംഗിങ് കാണാൻ. വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു ഷാൻ സർ. റേണത്ത? അജ്മൽ, എനിക്ക് ഈ പാട്ട് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതിൻ്റെ വരികൾ കൊണ്ടും മ്യൂസിക് കൊണ്ടും നമുക്കൊത്തിരി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുപാട് പാട്ടുകൾ ഈ ഒരു കൂട്ടുകെട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു പാട്ട് തന്നെ അജ്മലിന് കിട്ടിയത്. പിന്നെ അജ്മലിൻ്റെ ആ വോയിസിലും എനിക്ക് ഒരുപാട് സ്ഥലത്ത് നന്നായിട്ട് നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചരണത്തിൽ മിണ്ടാതണഞ്ഞപ്പോൾ അതില്ലേ, അതിൻ്റെ തന്നെ അനുപല്ലവിയിലും ചരണവും അതേപോലെ കുറച്ചൊന്ന് മാറ്റമുണ്ട് ചരണത്തിൽ അല്ലേ. അപ്പോൾ അവിടെയൊക്കെ നല്ല സുഖമായിട്ട് തന്നെ പാട്ട് നന്നായിട്ട് പാടിയിട്ടോ. താങ്ക് യു റേണത്ത. ഫൈസൽ മാഷേ? അജ്മലിനെ പറ്റിയ പാട്ടാണെന്ന് പറഞ്ഞു, അത് കറക്റ്റാണ്. പിന്നെ അജ്മലിന് എനിക്ക് തോന്നിയത് കഴിഞ്ഞ ഒരു ക്വാർട്ടർ ഫൈനൽ മുതലൊരു പുതിയ അജ്മലാണ്. പാട്ടിൽ കുറച്ചുകൂടി സീരിയസ് ആണ്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പ്രണയഗാനങ്ങൾ ശരിക്കും അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ബാപ്പുക്ക എഴുതിയ വളരെ മനോഹരമായ ഒരു എന്തെന്നും നിലനിൽക്കുന്ന വരികളാണ്. അതിനൊക്കെ മോൻ കൊടുക്കുന്ന ഫീല്, വരികൾ എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല. ഇനി ശ്രദ്ധിക്കുക, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ മാൻ. താങ്ക് യു മാഷെ. താങ്ക് യു ഫൈസൽ മാഷെ. അജ്മൽ ഹാപ്പി ആയോ കമൻസ് കേട്ടിട്ട്? ഓക്കെ, ഈ ഒരു സന്തോഷത്തോടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാണ് നമ്മുടെ ജഡ്ജസിനും കൂടെ. നമ്മുടെ ഈ ഒരു കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 14ാം രാവിൻ്റെ എല്ലാ സീസണിലെ കണ്ടസ്റ്റൻസ് ആണ് മാപ്പിളപ്പാട്ടിന് 1, 2, 3 അങ്ങനെ എല്ലാ പൊസിഷനിലും നിരന്ന് നിൽക്കുന്നത് നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അപ്പം അത് നമ്മൾ 14ാം രാവ് മാപ്പിളപ്പാട്ടിന് കൊടുക്കുന്ന ഒരു സംഭാവന അല്ലെങ്കിൽ ആ ഒരു ടാലൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചതിൽ നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. ഹയർ സെക്കൻഡറി വിഭാഗമാണെന്ന് തോന്നുന്നു, 1st തൊട്ട് 5th പൊസിഷൻ വരെ നമ്മുടെ കണ്ടസ്റ്റൻസ് ആണ് ഗേൾസ്. ആൻഡ് ബോയ്സ് ഒട്ടും മോശമല്ല. ആ ഒരു ന്യൂസും കൂടെ ഇവിടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് കലോത്സവത്തിൽ ഫസ്റ്റ് എനിക്കാണ്. അത് ശരി, അതെനിക്കറിയാം. അപ്പം എല്ലാം നമ്മുടെ കണ്ടസ്റ്റൻസ് തന്നെയാണ്. അത് അറിയുന്നതിൽ വളരെ സന്തോഷം. ഇനി അജ്മലിൻ്റെ ഈ പെർഫോമൻസിൻ്റെ മാർക്സ് അറിയാം. ആദ്യമായി ഷാൻ സർ? 28. 28 on 30. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ? 28. 28 നല്ല മാർക്സ് ആണ്. താങ്ക് യു ഫൈസൽ മാഷെ. റേണത്ത? 28. താങ്ക് യു റേണത്ത. ഇനി ഔട്ട് ഓഫ് 10 സർ? പ്രൊണൗൺസിയേഷനിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. പ്രൊണൗൺസിയേഷൻ ഒരുപാട് ബെറ്റർ ആവാനുണ്ട്. ഒരുപാട് പല അക്ഷരങ്ങളും കറക്റ്റ് ഫോമിലല്ല പ്രൊണൗൺസ് ചെയ്തിട്ടുള്ളത്. ഭ എന്ന് വരുന്ന അക്ഷരം ബ എന്ന് വരുന്ന അക്ഷരവും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അത് ശ്രദ്ധിക്കണം. 9 മാർക്സ്. 9 on 10. താങ്ക് യു സർ. അജ്മൽ, കൺഗ്രാറ്റുലേഷൻസ്. 93 out of 100. സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ലഭിച്ചിരിക്കുന്നത് 93 ആണ്. നല്ല മാർക്സ് തന്നെയാണ്. ബി ഹാപ്പി. എന്തായാലും സാറ് പറഞ്ഞതുപോലെ പ്രൊനൗൺസിയേഷൻ്റെ കാര്യം ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സ്റ്റേജിൽ ഒരു പെർഫോമൻസും കൂടെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. സെമി ഫൈനൽ സ്റ്റേജിൽ 2 റൗണ്ടുകളിലായിട്ടാണ് നമ്മുടെ കണ്ടസ്റ്റൻസ് 7 പേരും മത്സരിക്കുന്നത്. സോ ഈ ഒരു കോമ്പറ്റീഷൻ്റെ കൂടുതൽ മത്സരങ്ങൾക്കായി കാത്തിരിക്കുക. ഓൺലി ഓൺ ബിസ്മി 14ാം രാവ് സീസൺ 4 പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ. ഗുഡ് നൈറ്റ്.